തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ സംഘർഷം. SFI ജില്ലാ പ്രസിഡന്റ് അവിനാശിനെ SFI യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ മർദ്ദിച്ചത് യൂണിറ്റ് കമ്മിറ്റി അംഗം ഗൗതവും സംഘവുമാണ്. റാഗിംഗ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘർഷം ഉണ്ടായത്. കോളേജിന് മുന്നിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, ഒരു അസാധാരണ സാഹചര്യമാണല്ലോ, യൂണിറ്റ് അംഗങ്ങൾ ചേർന്ന SFIയുടെ ജില്ലാ പ്രസിഡന്റിനെ മർദ്ദിക്കുക, അത് റാഗിംഗ് പ്രശ്നം ചൂണ്ടിക്കാട്ടി. എന്താണ് അവിടെ സംഭവിച്ചത്? വിജയകുമാർ, വർഷങ്ങളായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പ്രവർത്തിക്കുന്നത് ജില്ലാ കമ്മിറ്റിയോ അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയോ കൂസാതെ സമാന്തര സംഘടനാ പ്രവർത്തനമാണ് എപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടാവുക. ഇന്നുണ്ടായ സംഭവം, ഇന്ന് കോളേജിൽ ഒരു റാഗിംഗ് സംഭവം ഉണ്ട്. അതിൽ SFI അനുഭാവികൾ ചില പ്രവർത്തകർക്ക് പങ്കുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജില്ലാ പ്രസിഡന്റ് അവിനാഷ് ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടി തന്നെ ക്യാമ്പസിലെത്തിയത്. പക്ഷെ പുറത്തെത്തിയ അവിനാഷിനെ യൂണിറ്റ് കമ്മിറ്റി അംഗം ഗൗതവും 6 പേരും ചേർന്ന് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് വെച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. എന്തായാലും അവിടെ ചെറിയ സംഘർഷാവസ്ഥ തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. SFI ജില്ലാ പ്രസിഡന്റ് അവിനാശിനെ യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി, SFIയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ ചേർന്നാണ് മർദ്ദിച്ചത്. അതിൽ യൂണിറ്റ് കമ്മിറ്റി അംഗം ഗൗതം, അതുപോലെ ഗൗതമിനൊപ്പമുള്ളവരുടെയും പേര് പുറത്തു വരുന്നുണ്ട്. റാഗിംഗ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘർഷം. മനീഷ, കേൾക്കാമോ? ഒരിക്കൽ കൂടി അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയുമോ ഇപ്പോൾ? വിജയകുമാർ, ഇന്ന് വൈകിട്ടോടുകൂടി തന്നെയാണ് ജില്ലാ പ്രസിഡന്റ് അവിനാഷ് ക്യാമ്പസിലെത്തിയത്. പക്ഷേ ക്യാമ്പസിലെത്തിയ സമയത്ത് പുറത്തുനിന്നെത്തിയ ആളെന്ന രീതിയിലാണ് യൂണിറ്റ് കമ്മിറ്റി അംഗം ഗൗതവും ചില SFI പ്രവർത്തകരും ചേർന്ന് 6 പ്രവർത്തകരും ചേർന്ന് മർദ്ദിച്ചു എന്നാണ് നിലവിൽ അവിനാഷ് സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്ന പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവിനാഷും സംഘവും കോളേജിലെത്തി മറ്റു ചില ആളുകളെ മർദ്ദിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കുറെ വർഷങ്ങളായി യൂണിവേഴ്സിറ്റി കോളേജ് പ്രവർത്തിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയും ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയും കൂസാതെയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജില്ലാ കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. അത് കാട്ടാക്കട സ്വദേശിയായിട്ടുള്ള ഒരു അംഗപരിമിതനായ വിദ്യാർത്ഥിയെ റാഗ് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. അതിന്റെ അച്ചടക്ക നടപടി എന്നോണമായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടത്. നിലവിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പുതിയ സംഘടന, അതായത് പുതിയ യൂണിറ്റ് കമ്മിറ്റിയിലെ ചില അംഗങ്ങളാണ് ഈ ജില്ലാ പ്രസിഡന്റ് അവിനാഷിനെ മർദ്ദിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം, സർവകലാശാല സംസ്ഥാന കമ്മിറ്റി നടത്തിയിട്ടുള്ള സർവകലാശാലയിലെ യൂത്ത് ഫെസ്റ്റിവലിലടക്കം സംസ്ഥാന കമ്മിറ്റി സംഘാടകർക്കെതിരെ സമരം ചെയ്തവരാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി. അങ്ങനെ സമാന്തര സംഘടനാ പ്രവർത്തനമാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി SFI സംഘടിപ്പിക്കുക. അവർ SFI സംസ്ഥാന ഭാരവാഹികളെ ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയോ ഒന്നും തന്നെ ഗൗനിക്കാതെ കൂസാതെ ഉള്ള പ്രവർത്തനമാണ്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് പാർട്ടി ഗൗരവത്തിൽ, അത് SFIയുടെ ഫ്രാക്ഷൻ നാളെ കൂടാനുള്ള നിർദ്ദേശമുണ്ട്. SFI ഫ്രാക്ഷൻ, ജില്ലാ ഫ്രാക്ഷൻ കൂടിയ ശേഷം ഈ കുറ്റക്കാരായിട്ടുള്ളവർക്കെതിരെ നടപടി എടുക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ അവിനാഷ് ഇടപെട്ടുകൊണ്ട് ഈ ക്യാമ്പസിലെ 2 പേരെ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ക്യാമ്പസിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇതിന്റെ വൈര്യം അവിനാശോടുണ്ട്, യൂണിറ്റ് കമ്മിറ്റിയിലെ ചിലർക്കുണ്ട്. അതാണ് ഇന്നത്തെ മർദ്ദനത്തിന്റെ കാര്യം. ഇന്ന് ഒരു റാഗിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാനാണ് ഇന്ന് രാത്രി 7 മണിയോട് തന്നെ ജില്ലാ പ്രസിഡന്റ് അവിനാഷ് ക്യാമ്പസിലെത്തി. ഈ സമയത്താണ് ഗൗതവും 6 പേരും ചേർന്ന് ജില്ലാ പ്രസിഡന്റിനെ മർദ്ദിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. നിലവിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് പുറത്ത് പോലീസിന്റെ കാവലുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് നാളെയും ഈ സംഘർഷം തുടരാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസിന്റെ കാവൽ തുടരും. ഒപ്പം തന്നെ നാളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ കമ്മിറ്റി, SFIയുടെ ജില്ലാ ഫ്രാക്ഷൻ കൂടി ചേരാൻ പാർട്ടിയുടെ നിർദ്ദേശമുണ്ട്. വിജയകുമാർ, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.